നിങ്ങൾ ലൈഫിൽ കേട്ട് മടുത്തൊരു കാര്യവും ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലേ ലൈഫിൽ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന്. ശരിയാണ്. ബട്ട് നിങ്ങളെ ലൈഫിൽ പുറകോട്ട് വലിക്കുന്നൊരു കാര്യം എന്താണെന്ന് പറയട്ടെ. ഇറ്റ്സ് ദ വോയിസ് ഇൻസൈഡ് യുവർ ഹെഡ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളാണ്. നിങ്ങളത്ര പോരാ, നിങ്ങൾക്കതിനുള്ള കഴിവില്ല, യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നിങ്ങനെയുള്ള തോട്ട്സാണ്. സാറ എന്നൊരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞുതരാം. സാറ വളരെ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. നല്ല സ്കില്ലുണ്ട്, അറിവുണ്ട് ആൻഡ് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ബട്ട് ഓരോ തവണ അതിന് ശ്രമിക്കുമ്പോഴും സെൽഫ് ഡൗട്ട് കടന്നു വരും. എനിക്ക് ഇതിന് പറ്റുമോ, എനിക്കത് സാധിക്കുമോ? അങ്ങനെ സാറ പുറകോട്ട് വലിയുന്നു, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അതിന് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്നു. എന്തുകൊണ്ട്? കാരണം സാറ തൻ്റെ കഴിവുകളേക്കാൾ വിശ്വസിക്കുന്നത് തൻ്റെ സെൽഫ് ഡൗട്ടിനെയാണ്. സോ സാഡ്. ഇത് സാറയ്ക്ക് മാത്രമല്ല പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ? കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് കുറേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുമ്പോഴേ കോൺഫിഡൻസ് വരുള്ളൂ എന്ന്. ബട്ട് ലൈഫിൽ നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ശരി, സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഇല്ലെങ്കിൽ ദെൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ പോകുന്നില്ല. കഴിവില്ലാത്തത് കൊണ്ടല്ല സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണം നിങ്ങളുടെ ബ്രെയിന് നിങ്ങളെ ഫെയിലിയറിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മൈൻഡിന് എപ്പോഴും നമ്മളെ സേഫാക്കി വെക്കണം എന്നേ ഉണ്ടാവുള്ളൂ. ബട്ട് പ്രോബ്ലം എന്താണെന്നറിയോ? അത് നിങ്ങളെ പുറകോട്ട് വലിക്കും. നിങ്ങൾ സ്വന്തം മൂല്യത്തെ, കഴിവിനെ, പൊട്ടൻഷ്യലിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. സെൽഫ് ഡൗട്ട് ഒരു സർവൈവൽ മെക്കാനിസമാണ്. ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ആളുകൾ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള പേടി. ഫെയിലിയർ, തോൽക്കുമോ എന്നുള്ള പേടി. റിജക്ഷൻ, നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി. ഇതൊക്കെ കാരണമാണ് സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നത്. ഈ ഫീലിംഗ് നമുക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്, അല്ലേ? അതിന് കാരണം ഡീപ്പ് ഡൗൺ റിസ്ക് എടുക്കുന്നത് അപകടമായിട്ടാണ് നമ്മുടെ ബ്രെയിന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പൂർവികരുടെ കാര്യത്തിലാണെങ്കിൽ ഇത് ഓക്കെയാണ്. ബട്ട് ഈ പുതിയ ലോകത്ത് നോപ്പ്. നിങ്ങൾ സ്വയം പറയാൻ തുടങ്ങും, ഞാൻ അത്ര പോരാ, എനിക്കതിനുള്ള കഴിവില്ല, ഞാൻ സക്സസ് ആവില്ല. ആൻഡ് ഇതിങ്ങനെ പറഞ്ഞ് അവസാനം നിങ്ങളുടെ പ്രവചനം ശരിയായിട്ട് മാറും. നിങ്ങൾ എത്രത്തോളം കൂടുതൽ നിങ്ങളുടെ കഴിവിനെ സംശയിക്കുന്നോ അത്രത്തോളം കുറവായിരിക്കും നിങ്ങൾ പരിശ്രമിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി യു വിൽ ഫെയിൽ. നൗ ഇമാജിൻ, നിങ്ങൾക്കതെല്ലാം മാറ്റിമറിക്കാൻ സാധിച്ചാലോ? നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ ലിസൺ ചെയ്യാതെ പകരം നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാൻ തുടങ്ങിയാലോ? യു സ്റ്റാർട്ടഡ് ട്രസ്റ്റിംഗ് യുവർ എബിലിറ്റീസ്. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ നെഗറ്റീവ് തോട്ട്സിനെയും നിങ്ങൾ ചലഞ്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും? യു വിൽ ബിക്കം അൺസ്റ്റോപ്പബിൾ, റൈറ്റ്? ആൻഡ് ഞാനിത് വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ശരിക്കും അതിന് സാധിക്കും. ബട്ട് ഇറ്റ് ടേക്സ് പ്രാക്ടീസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങളുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോ തവണ സെൽഫ് ഡൗട്ട് കടന്നു വരുമ്പോഴും ആ തോന്നൽ തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള ഒരവസരമായിട്ട് അത് മാറ്റാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാലോ. അത് നിങ്ങൾ സെൽഫ് ഡൗട്ട് വരുമ്പോൾ അതിനെ തിരിച്ചറിയാൻ തുടങ്ങാം. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ ചിന്ത ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാണോ അതോ എന്നെ പുറകോട്ട് വലിക്കുകയാണോ? ആൻഡ് ദെൻ ഒരു എംപവറിങ് ബിലീഫ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാം. അതേപോലെ ചെറിയ ചെറിയ വിജയങ്ങളും സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ ചലഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സർക്കിളും ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം. നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് സറൗണ്ട് ചെയ്യാം. ഹിയർ ഈസ് സംതിങ് ദാറ്റ് മൈറ്റ് സർപ്രൈസ് യു. സെൽഫ് ഡൗട്ട് ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഉള്ളിലുള്ള പേടി മുഴുവൻ മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് പേടി ഉണ്ടെങ്കിലും ആക്ഷൻ എടുക്കുക എന്നതാണ്. നിങ്ങളൊരിക്കലും ഒന്നിനും 100% റെഡി ആയിട്ട് ഫീൽ ചെയ്യില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. മിക്ക സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും റെഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആക്ഷൻ എടുക്കാൻ പഠിച്ചവരാണ്. ആളുകളെ പുറകോട്ട് വലിക്കുന്നത് പേടി മാത്രമല്ല, അതിനെ അവോയ്ഡ് ചെയ്യുന്നത് കൂടിയാണ്. റിസ്ക് എടുക്കുന്നത്, കംഫോർട്ട് സോൺ വിട്ട് പുറത്തു വരുന്നത് നിങ്ങൾ എത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ഡൗട്ട് വളർന്നുകൊണ്ടിരിക്കും. സോ ഇഫ് യു റിയലി വാണ്ട് ടു ബ്രേക്ക് ഫ്രീ, യു ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ദാറ്റ് സ്കെയർസ് യു. ഈ ഡിസ്കംഫോർട്ടിലാണ് നിങ്ങൾ വളരുക. സോ ഇനി സെൽഫ് ഡൗട്ട് വരുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല പുറകോട്ട് പോകുന്നത്, അത് നിങ്ങളുടെ മൈൻഡാണ്. യു ഡോണ്ട് നീഡ് ടു ബി പെർഫെക്റ്റ്, യു ജസ്റ്റ് നീഡ് ടു ബി വില്ലിംഗ് ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പേടിയെ ചലഞ്ച് ചെയ്യുക, സെൽഫ് ഡൗട്ടിനെ ചലഞ്ച് ചെയ്യുക ആൻഡ് നിങ്ങൾ സ്വപ്നം കണ്ടൊരു ലൈഫ് ജീവിക്കാൻ തുടങ്ങുക. ഇന്ന് തുടങ്ങുക. ഡിസ്കംഫോർട്ടിനെ അങ്ങോട്ട് എംബ്രേസ് ചെയ്യുക. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ബിക്കോസ് നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരും വിശ്വസിക്കില്ല. യു ആർ മോർ capable than you think. Have a great day.